വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വയ്ക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ വാർത്ത. കുംകി ആനകളെയും ദൌത്യത്തിന്റെ ഭാഗമാക്കും. അറുമുഖന്റെ സംസ്കാരം പൂർത്തിയായി. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായുണ്ട്. സുർജിത്ത്, ഇതിൽ ഏത് തരത്തിലേക്കാണ് ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ സംഭവം നടന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് ഇതുണ്ടായി എന്നതാണ്. അനുജ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് അറുമുഖനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതായത് മേപ്പാടി ടൗണിൽ നിന്നും വീട്ടിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളുമായി അദ്ദേഹം പൂളക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോവുകയായിരുന്നു. ഇത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. അതിനിടയിലൂടെയുള്ള ഒരു പാതയാണ്. ഈ തേയിലത്തോട്ടത്തിന് അരികിൽ വെച്ചായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇതേ തുടർന്ന് കാട്ടാന പിന്നെയും പല ഭാഗങ്ങളിലായി, അതായത് എരുമക്കൊല്ലിയുടെ വിവിധ ഭാഗങ്ങളിലായി കാട്ടാനയെ കണ്ടു എന്നുള്ളത് നാട്ടുകാരൊക്കെ പറയുന്നുമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മയക്കുവെടി വെച്ച് പിടികൂടുകയോ അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തുരത്തുകയോ എന്നുള്ള രീതിയിലുള്ള ഉത്തരവാണ് മുഖ്യ വനപാലകൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 കുങ്കിയാനകളെ ഇറക്കി ഇതിനെ കാട്ടാനയെ തുരത്താനുള്ള ശ്രമമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുള്ളത്. ഉണ്ണികൃഷ്ണൻ എന്ന കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വിക്രം എന്നുള്ള മറ്റൊരു കുങ്കിയാന കൂടി എത്തുന്നതോടുകൂടി ദൗത്യം വനംവകുപ്പ് ആരംഭിക്കും. നാളെ രാവിലെയാകും ഈ ദൗത്യം തുടങ്ങുക എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ നിലവിൽ ഈ കാട്ടാനകളുള്ള ഒരു കൂട്ടം ഉൾക്കാട്ടിലുണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ RRT അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഇതിനെ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം അതിസങ്കീർണമാണ്. തേയിലത്തോട്ടങ്ങളാണ്, ഒപ്പം തന്നെ വളരെ ചെരിവുള്ള കുന്നിൻ പ്രദേശമാണ്. ചെമ്പ്രമലയുടെ ഓരത്താണ് ഈ പ്രദേശമുള്ളത്. ഇതെല്ലാം തന്നെ ഈ ഭൂമിശാസ്ത്രപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ദൗത്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതാണ് വനംവകുപ്പ് നേരിടുന്ന കാര്യവും. വലിയ പ്രതിഷേധം ഇന്നലെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടുക അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. ആറുമുഖൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ്. ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം പൂളക്കുന്ന് ഉന്നതിയിലെ വീട്ടിലേക്ക് എത്തിച്ചു. പൊതുദർശനം നടത്തി. എന്തായാലും ആ പൊതുദർശനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതിനുശേഷം സംസ്കാര നടപടികൾ തുടങ്ങും. തമിഴ്നാട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഈ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിവൈകാരികമായ രംഗങ്ങൾക്കാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പോലും മേപ്പാടി ടൗണിൽ കണ്ട ആളുകൾ പലരുമുണ്ട്. ഇദ്ദേഹവുമായി സംസാരിച്ച ആളുകളുണ്ട്. പക്ഷേ മണിക്കൂറുകളുടെ ഇടവേളയിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ഈ വർഷം തന്നെ നിരവധി പേർ കാട്ടാനക്കലിക്ക് ഇരയായിട്ടുണ്ട്. വയനാട്ടിൽ മേപ്പാടി ഉൾക്കൊള്ളുന്ന അട്ടമല പ്രദേശത്തടക്കം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഒരു യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അത്തരത്തിലേക്ക് നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിലുള്ളത്. എന്ത് തരത്തിലാകും നടപടി? ഉൾക്കാട്ടിലേക്ക് കടത്തിവിടുകയാണോ അതോ മയക്കുവെടി വെച്ച് പിടികൂടുകയാണോ? നമുക്ക് അറിയാൻ കാത്തിരിക്കാം.